തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് തുണിഞ്ഞു പോരട്ടെ ഈ കളി ഫെയിലാകണത് നീ തന്നെ ക്രോസന്റെ മത്സരമെന്നോട്. ലോക ഫുട്ബോളിൽ 11-ാം നമ്പറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. 11-ാം നമ്പർ ജേഴ്സിയിട്ട് കളിക്കുന്നവർ എപ്പോഴും വിങ്ങർമാരായിരിക്കും. നല്ല വേഗതയുള്ള കളിക്കാരായിരിക്കും. ഏത് കട്ട ഡിഫൻസിനെയും കീറി മുറിച്ചു പോവാൻ കഴിവുള്ളവരായിരിക്കും. അങ്ങനെ നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ലോക ഫുട്ബോളിൽ നിന്ന് ഒരുപാട് മുഖങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരും. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ വരുന്നത് ഈജിപ്ഷ്യൻ മെസ്സി, മുഹമ്മദ് സല, അതുപോലെ തന്നെ ടോട്ടനത്തിൻ്റെ ഗരത്ത് ബെയിൽ, PSG-യുടെ ഏഞ്ചൽ ഡി മരിയ, നെതർലാൻഡിൻ്റെ സൂപ്പർ വിങ്ങർ ആയിട്ടുണ്ടായിരുന്ന ആര്യൻ റോബനെ. പക്ഷേ മലയാളികൾക്ക് ആദ്യം ഓടി വരുന്ന ഒരു മുഖമുണ്ട്. ആ മീശയൊക്കെ വെച്ചിട്ടുള്ള സുന്ദരനായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങറെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവനിരയിലെ കരുത്തനായ പ്ലെയർ പ്രശാന്ത് കെ മോഹനെ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഭാവിയുള്ള കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അവനാണ് ഇവനാണ് എന്ന്. പക്ഷേ ആരും പ്രശാന്തിനെ കാണാതെ പോകരുത്. ഒരുപക്ഷെ ഇന്ത്യയുടെ മിഡ്ഫീൽഡിലേക്ക് മീശയും വിരിച്ച് ഇറങ്ങി വരാൻ പോകുന്ന റൈറ്റ് മിഡ്ഫീൽഡർ ആയിരിക്കും പ്രശാന്ത്. പ്രശാന്തിൻ്റെ കരുത്ത് ഇന്ത്യൻ ഫുട്ബോളിന് ഇനിയും കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് തന്നെ പറയാം. കാരണം ജിറോണയ്ക്കെതിരെയുള്ള കളി കണ്ടവരാണെങ്കിൽ ആർക്കും ആ മുഹൂർത്തങ്ങളൊന്നും മറക്കാൻ കഴിയില്ല. കോഴിക്കോടിൻ്റെ രക്തമാണ് ഓടുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഞാൻ പറയുന്നു, ഒരുപക്ഷെ അളന്നു മുറിച്ച ക്രോസുകൾ കൂടി പ്രശാന്തിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ ഇനി കേരള കാണുന്ന ഏറ്റവും അപകടകാരിയായ വിങ്ങറായി മാറും പ്രശാന്ത്. പ്രശാന്ത് കൊടുത്ത ക്രോസൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒരുപക്ഷെ ഗോളാക്കിയിരുന്നെങ്കിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതി തന്നെ മറ്റൊന്നായേനെ. പ്രശാന്ത്, വി സ്റ്റിൽ ബിലീവ് ഇൻ യു. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും മിഡ്ഫീൽഡിലെ കരുത്താകാൻ നിനക്ക് സാധിക്കുമെന്ന്. താങ്ക് യു.